എന്ത് തോന്നിയാത്തുള്ളൂ താൻ കാണിച്ചത്? ഒരു മന്ത്രിയുടെ കാറ് തരാൻ താനാരാ? തനിക്ക് എന്ത് അധികാരം? പൊതുനിയമം മന്ത്രിമാർക്കൊന്നും വേറിട്ടില്ലല്ലോ സർ. ഒരാളെ കാറടിച്ചു കൊന്നാൽ അവൻ മന്ത്രിയായാലും രാജാവായാലും. നിർത്തണോ തന്റെ പ്രസംഗം? അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്കറിയാമോ? അതെന്തോ ആവട്ടെ, കൃത്യമായി ജോലി ചെയ്യാൻ പോലീസുകാർ ഭയപ്പെടുന്നതുകൊണ്ടാണ് റോഡിൽ കൊടിയേറ്റ കാറുകളുടെ ഈ മരണപ്പാച്ചിൽ. അത് നിർത്തണം സർ. നിർത്തും. മരണപ്പാച്ചിലല്ല, തന്റെ ഈ തോന്നിവാസം. ഓക്കെയുള്ളൂ. നീ എന്തിനിങ്ങോട്ട് വന്നിട്ടേ വിട്ടിത്തം പറയുന്നു? കുട്ടിപോയി കണ്ടോളൂ. പക്ഷേ ബോധമില്ലാതെ കിടക്കുകയാണ്. വിളിച്ചു ഉപദ്രവിക്കരുത്. ഇവിടെ ഒരു സീനുണ്ടാക്കിയാൽ അതിന് നാണക്കേട് തനിക്കാ. നീ വാ. ആ വക്കീൽ പലതവണ വിളിച്ചു. സത്യരാജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. സസ്പെൻഷനോ ഡിസ്മിസിലോ വയ്യാഞ്ഞിട്ടല്ല. ഈ ഇഷ്യൂവിന്റെ പേരിൽ തന്നെ ശിക്ഷിച്ചാൽ അതൊരു കോൺട്രവേഴ്സിയാവും, മന്ത്രിയുടെ പ്രതിച്ഛായ ബാധിക്കും. അതുകൊണ്ട് നാട്ടുകാരെ ഭയന്ന് മന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞ നടപടിയൊന്നും എടുക്കേണ്ടെന്ന്. ഓ, അങ്ങേരുടെ ഒരു ദയ. പക്ഷെ ട്രാഫിക്കിൽ തുടരാൻ കമ്മീഷണർ സമ്മതിക്കില്ല. നിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റി. എന്നെ അവിടെ തളച്ചിടാനാ? കാണാം. നിങ്ങളുടെ ഡാൻസ് ക്ലാസ് നിർത്തിയത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ്. ഉള്ള വരുമാനവും പോയല്ലേ? സാരമില്ല. പണക്കാരുടെ ആയുധമായിട്ടാ ഞാനിവിടെ ജീവിക്കുന്നത്. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങളെ ഞാൻ സഹായിക്കാം. വേണ്ട, നിങ്ങളോട് ഒരു സഹായമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അത് മതി. രാധയുടെ ഈ തന്റെ ഇടം ഐ അപ്രീഷിയേറ്റ്. ഞാനൊരു ആന്റി ഹീറോ ആണെങ്കിലും എന്നെ ആരാധിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. പക്ഷേ ചുണയുള്ള പെൺകുട്ടികളോടാണ് എനിക്കിഷ്ടം. രാധയെ പോലെ. പറയട്ടെ. കൈവിട്. ജയിലിലെ ഇരുമ്പഴി വളയ്ക്കുന്ന ഈ കയ്യിൽ നിന്ന് കുതറി മാറാൻ പറ്റില്ല. എടോ, ഞാനൊന്ന് ഉറക്ക കരഞ്ഞാൽ നീ ആ ഇരുമ്പഴിക്കുള്ളിലാകും. അടുത്ത വീട് പോലീസ് ഓഫീസറുടേതാണെന്ന് ഓർത്തു. വിടന്നെ. തന്റെ എല്ലാ നീതിത്തരങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചെന്ന് ആവർത്തിച്ച് പറയണ്ടല്ലോ. ആ ലക്ഷ്യം നേടാതെ ഈ ശരീരവും മനസ്സും തൊട്ടശുദ്ധമാക്കാൻ ഒരു പുരുഷനെയും ഞാൻ അനുവദിക്കില്ല. എന്റെ വ്രതമാണത്. മേലിൽ എന്നെ തൊട്ടാൽ തനിക്കൊരു കൊല കൂടി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക്. സൂക്ഷിച്ചോ. എന്താ സാർ, അന്ന് ഞാൻ ഏൽപ്പിച്ച ഫയലുകൾ. ഏത് ഫയൽ? സിമന്റ് ഇടപാടിന്റെ. ഓ, മിസ്റ്റർ ബൽറാം, ആസ് എ സർക്കിൾ ഇൻസ്പെക്ടർ യു ഹാവ് ഡൺ യുവർ ഡ്യൂട്ടി. മേലുദ്യോഗസ്ഥനായ എന്നെ ഏൽപ്പിച്ചതോടുകൂടി നിങ്ങളുടെ ചുമതല തീർന്നു. സാർ, ചാക്കോച്ചന്റെ കൊലപാതകവുമായി ആ റിക്കാർഡ്സ്, ഫർദർ ആക്ഷൻസ്. വൈ ആർ യു സോ ഇൻക്വിസിറ്റീവ് മിസ്റ്റർ? ഞാൻ ആ ഫയൽ CBIക്ക് വിട്ടപ്പോയിരിക്കാണ്. മേലെ താനെ കുറിച്ച് അന്വേഷിക്കണ്ട. സാർ, അപ്പൊ CBIക്ക് സാറ് എന്താ എനിക്ക് സംശയം? നോ മോർ ക്വസ്റ്റ്യൻസ്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. യു മേ പ്ലീസ് ഗോ. വാട്ട് യു വാണ്ട്? എക്സ്ക്യൂസ് മിസ്റ്റർ കുമാർ, വി ആർ ഫ്രം CBI. ഇതാ നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർ. സസ്പെൻഷൻ? അതെ. സാറിന്റെ കയ്യിൽ ആ ഫയലുകൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഞാൻ മുകളിലേക്ക് അയച്ചിരുന്നു. ഇത്രയും നാൾ സാർ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്ന കരുതി ഞാൻ കാത്തിരുന്നു. ഇപ്പൊ ബോധ്യമായി സാറും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന്. മിസ്റ്റർ കുമാർ, യു ആർ അണ്ടർ അറസ്റ്റ്. ഇനി എന്നെ ഉപദ്രവിക്കല്ലേ സാറ്? എവിടാ നിന്റെ കൂട്ടുകാരൻ ചന്ദ്രാജി? ചന്ദ്രാജി ഡൽഹിക്ക് പോയി. അയ്യോ, എന്താണ് സാർ? റിലീസ് വിൻസെന്റ് ഇമ്മീഡിയറ്റ്ലി. ജാമ്യത്താണ് സാർ? ചോദിക്കാൻ അധികാരമില്ലല്ലോ, വിടാനല്ലേ ഓർഡർ. വയർലെസ് മെസ്സേജ്. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാനല്ല, ജയ്ഷാമനോടല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ കാണാൻ ഒക്കില്ല. എന്താ പറഞ്ഞത്? മിസ്റ്റർ, ഇടിയെന്നൊന്നും വിളിച്ചേക്കരുത്. ഐ ഹാവ് ഹാഡ് ഇനഫ്. നിങ്ങളുടെ ആട്ടും തുപ്പും കുറെ സഹിച്ചില്ലേ? ഇനി അതിന് എന്നെ കിട്ടില്ല. നിന്റെ ഈ വിസ്താരം ഒന്നും എനിക്ക് കേൾക്കണ്ട.
ജയ്ഷ മോൻ എവിടെ? എനിക്ക് എന്റെ മോനെ കാണണം. നിങ്ങളുടെ മകനോ? ഞാൻ ആ പോലീസ് ഇൻസ്പെക്ടറുടെ ഇഷ്ടക്കാരിയും വെപ്പാട്ടിയാണെന്നല്ലേ നിങ്ങൾ വിളിച്ചു പറയാറ്? ഇനി ഞാൻ നിഷേധിക്കുന്നില്ല. കല്യാണത്തിന് മുൻപും പിൻപും ഞാൻ അയാളോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. അന്തി ഉറങ്ങിയിട്ടുണ്ട്. ഉഷേ, ഇല്ലെന്ന് തെളിയിക്കാമോ? ഇയാൾ വലിയ അഡ്വക്കേറ്റ് അല്ലേ, ക്രിമിനൽ ലോയർ അല്ലേ? വന്ന് വാദിക്ക്. അവിടെ ഞാൻ വിളിച്ചു പറയും എന്റെ മകന്റെ അച്ഛൻ ഈ വക്കീലല്ല, ആ പോലീസ് ഇൻസ്പെക്ടർ ആണെന്ന്. മോളെ ഉഷേ, എന്നെ അവമാനിച്ചാൽ നിന്നെ ഞാൻ... മനസ്സും ശരീരവും മരവിച്ച എന്നെ ഇയാൾക്കിനി ഒന്നും ചെയ്യാൻ ഒക്കില്ല. പോണം മിസ്റ്റർ. പോയാലും ഞാൻ തിരിച്ചു വരും. നീ കണ്ടോ? ജയൻ, എന്താടി നീ പറഞ്ഞത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല അച്ഛ. എന്നിട്ടും ഏതെല്ലാം തരത്തിൽ അയാൾ എന്നെ ദ്രോഹിച്ചെന്ന് എന്റെ അച്ഛൻ അറിയില്ല. എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം അയാളുടെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് ഞാൻ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ അച്ഛ. അതൊന്നും ഞങ്ങൾക്കറിയില്ല. കോഴിക്കോട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് സാർ വന്നിരിക്കുന്നത്. നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ. എന്നെ എന്തിന് കസ്റ്റഡിയിൽ? അറസ്റ്റ് വാറന്റാണ്. നോക്കണം. ഇന്നലെ വൈകിട്ട് ഇയാൾ തിരുവനന്തപുരത്തേക്ക് പോന്നു എന്ന് കേട്ടു. ഒളിച്ചോളിയാണെങ്കിൽ തടയാൻ. കൈയിടണം. ബാലു, എന്താ ഇത്? മകളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാം. കൊലപാതകമടക്കം മറ്റു പല കേസുകൾക്കുമായി. ഞാനിന്ന് കാലത്താ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത്. ഇവിടേക്ക് വിളിച്ചപ്പോ നീ ഏതോ ഡോക്ടറെ കാണാൻ പോയിരിക്കാന്ന് എന്റെ അനിയത്തി പറഞ്ഞു. നിനക്ക് എന്താ അസുഖം? ഓ, സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖം. എന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം. എനിക്ക് ആ രോഗം വരാൻ വിവാഹം കഴിക്കേണ്ടി വന്നില്ല. അപ്പൊ നീ പ്രഗ്നന്റ് ആണോ? അബോർഷന് വേണ്ടിയാണോ ഡോക്ടറെ കാണാൻ പോയത്? അല്ല. പിന്നെ ശുശ്രൂഷയ്ക്കോ? ആരാണ് ഇതിന്റെ തന്ത? ആർക്കു വേണമെങ്കിലും ആവാം. സാറിന്റെ പേര് പറയട്ടെ? പേടിക്കണ്ട, എന്റെ കുഞ്ഞിനതിന്റെ അമ്മ മതി സാർ. എത്ര കഷ്ടപ്പെട്ടാലും ഞാനതിനെ വളർത്തും. ഈ പാവം പെണ്ണിന്റെ മോഹാണതെന്ന് വെച്ചോളൂ. നാട്ടുകാർക്കാണ് കഷ്ടപ്പാട്. തന്തയില്ലാതെ ജനിക്കുന്ന ഈ വക ജന്തുക്കളെല്ലാം ക്രിമിനൽസ് ആയിട്ടാ വളരുക. സാർ അരുത്. എന്നെ അധിക്ഷേപിച്ചോളൂ, ശിക്ഷിച്ചോളൂ. ഞാൻ സഹിക്കും. ഈ പറയുന്നത് ഞാൻ സഹിക്കില്ല. കണ്ടവന്റെ ഗർഭം താങ്ങി നടക്കുന്ന നിന്നെ എനിക്കും വയ്യടി സഹിക്കാൻ. തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് എത്തുകൊണ്ട് നേരെ പോയി ആ വീട്ടിലേക്കല്ലേ? നീ ഏത് വേശ്യയുടെ വീട്ടിൽ പോകുന്നതിലും എനിക്ക് വിരോധമില്ല. ഈ സീതയുടെ വീട്ടിൽ വീഴുന്നേ ഞാൻ പറഞ്ഞോളൂ. നീ എന്തറിഞ്ഞാടാ ഈ പറയുന്നേ? എടാ, നമ്മളെല്ലാം കള്ളു കുടിക്കുന്നവരാ. അതിന് മാട്ട കഴുത്തിൽ കെട്ടി നടക്കണോ? നിന്റെ ഈ ചൊറിഞ്ഞ വർത്തമാനം നിർത്ത്. നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പുല്ലും എനിക്ക് അവളോടില്ല. കഴിഞ്ഞ 6 മാസമായി ഞാൻ പലരെ കൊണ്ട് വിളിപ്പിച്ചു നിന്റെ സീതയെ. എനിക്ക് വേണ്ടിയല്ല, സത്യമറിയാൻ. എന്നിട്ട് അവൾ വന്നില്ല. ആ തൊഴിൽ നിർത്തിയെന്ന്. ആരാണ് ഇതിന്റെ തന്ത? ആർക്കു വേണമെങ്കിലും ആവാം. സാറിന്റെ പേര് പറയട്ടെ? ഉള്ളതാണോ നീ പറയുന്നത്? വാശി കൂടിയപ്പോൾ 1000 വരെ അവളുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടും അവൾക്ക് വേണ്ടെന്ന്. രക്ഷകനായിട്ട് താനുണ്ടല്ലോ. ഞാൻ അറിഞ്ഞില്ല. ഇനിയെങ്കിലും ആ ബന്ധം ഉപേക്ഷിക്കും. കൊള്ളില്ല ബാലു. എനിക്കൊരു തെറ്റുപറ്റി അലക്സ്. ഞാൻ